കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ശ്രദ്ധിച്ചു കാണും. വിനായകൻ്റെ ഒരു പരാമർശം, അതായത് ഇവിടെ നിന്നുള്ളവരെല്ലാം വിദേശത്തേക്ക് പോകുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടുത്തെ കാലം ഒരുപാട് ഫ്രീഡം വിദേശ രാജ്യങ്ങളിൽ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പുള്ളി പരാമർശമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളവരെല്ലാം വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? സാലറി, ശമ്പളം, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. അല്ലാതെ ഫ്രീഡം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ അത്യാവശ്യം ഫ്രീഡം ഉണ്ടാകും. പക്ഷേ എന്നാലും ഇവിടുന്ന് പോകുന്നവർക്കൊക്കെ, നാട്ടിൽ നിന്ന് പോകുന്നവർ പലരും പറയാറുണ്ട് നമ്മളോട്, പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയി പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലെ കടങ്ങൾ വീട്ടാനാണ് പല ആൾക്കാരും തന്നെ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ അവിടെ വിദേശത്തൊക്കെ ശമ്പളം കിട്ടുകയും മാത്രമല്ല, ഇവിടെ നമ്മൾ 6 ദിവസം ജോലി ചെയ്ത് 7-ാം നാൾ നമുക്ക് വിശ്രമം എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ വിദേശത്തൊക്കെ 3-4 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2-3 ദിവസം അവധിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഷിഫ്റ്റുകളും കാര്യങ്ങളും വരുന്നത്. പിന്നെ ചെയ്യുന്ന ജോലിക്ക് ആവശ്യത്തിലധികം എന്ന് പറയുന്നില്ല, ആവശ്യത്തിലുള്ള പൈസയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് പല ആൾക്കാരും തന്നെ വിദേശത്തേക്ക് പോകുന്നത്. ഇവിടുത്തെ പോകാൻ താല്പര്യമില്ല. പല ആൾക്കാരും പോകുമ്പം എന്താ പറയുന്നത്, വിഷമിച്ചാണ് പോകുന്നത്. അവിടെ ഈ കാണുന്ന ഒരു രീതികളോ കാര്യങ്ങളോ ഒന്നും അല്ല. അവിടെ കറക്റ്റ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ശിക്ഷകളും കാര്യങ്ങളല്ല. നല്ലതായിട്ട് നിയമങ്ങൾ അനുസരിച്ച് അത്യാവശ്യം അവിടെ എൻജോയ് ചെയ്യാം. കളർഫുള്ളാണ് ലൈഫ്, ഭയങ്കര കളർഫുൾ ലൈഫാണ് എല്ലാവരും കാണിക്കുന്നത് അവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ. പക്ഷേ പലരും പറയും ഫോട്ടോയും വീഡിയോ ഒക്കെ ഉള്ളൂ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, പിന്നെയും ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നാട്ടിലൊക്കെയാണ് ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ട്, അവരൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ, കറങ്ങാം. അവിടെ അത്രയ്ക്കുള്ളൊരു ഇതില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചിലർക്ക് ഒക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൂടുതലും മലയാളികൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് മലയാളി കൂട്ടായ്മകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ മലയാളികളെ കിട്ടാൻ പഞ്ഞമൊന്നും ഇല്ല. അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മലയാളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ആണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുക, ഈ വിനായകൻ്റെ പരാമർശത്തോട് അങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പം ചിലർക്കത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഓക്കെ അല്ലായിരിക്കും. അങ്ങനെ ചിലത് ശരിയാകും, ചിലത് ശരിയാകത്തില്ല എന്ന് പറയുന്ന രീതിയാണ്. ബേസിക്കലി ഇവിടുന്ന് എല്ലാവരും പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വിദേശത്ത് ചെന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാൾ കൂടുതൽ പൈസ അവിടെ നമുക്ക് കിട്ടും. ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം നല്ല രീതിയിൽ കിട്ടും. ആ പൈസ നാട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നാട്ടിലേക്ക് അയച്ച് നാട്ടിലെ കടങ്ങൾ വീട്ടാനാണ് പല ആൾക്കാരും പോകുന്നത്. പിന്നെ പലരും അവിടെ സെറ്റിലാകുന്നുണ്ട്. സെറ്റിലാകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടത്തേക്കാളും കുറച്ചുകൂടെ ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഇതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് അവിടെ കിട്ടും. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ കിട്ടും. നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കേരളത്തിന് ഇത്തവണ ഏറ്റവും നല്ല ഫുഡ് സേഫ്റ്റിക്കുള്ള അവാർഡ് 1-ാം സ്ഥാനം അങ്ങനെ എന്തോ കിട്ടിയെന്ന് പറയും. പക്ഷേ പലയിടത്തും മായം ചേർന്ന് പല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് വിദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അവിടെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ ഫ്രഷ് സാധനങ്ങൾ കിട്ടും. പിന്നെ ജീവിത ശൈലിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി പോകുന്നവരെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകുന്നവർ എന്താ പറയുന്നത്, ഇവിടുത്തെ ശമ്പളം ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം ശമ്പളം കിട്ടും. അതുകൊണ്ട് ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് നാട്ടിലെ കടങ്ങളൊക്കെ വീട്ടുവാനും പിന്നീട് ഉണ്ടാക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം ലക്ഷറി ആയിട്ട് ജീവിക്കുക. എല്ലാവരും ജീവിക്കുന്നതന്നെ തന്നെ അത്യാവശ്യം ഒരു പ്രൗഢിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതിപ്പോൾ എത്ര പാവപ്പെട്ടവനാണേലും അവനും ഉണ്ടാവും ആഗ്രഹം, പൈസ ഉണ്ടാക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അല്ലാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല. നാട്ടിൽ നിന്നാൽ നാട്ടിൽ നല്ല രീതിയിൽ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അടിച്ചു പൊളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പൈസ ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ നല്ല ശമ്പളം നമുക്ക് ലഭിക്കത്തില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ അതനുസരിച്ച് ഏറ്റവും ഉയർന്ന ഏതെങ്കിലും പോസ്റ്റിലൊക്കെ, അതായത് നല്ല പദവിയിലൊക്കെ ഇരുന്നാലുള്ള അത്യാവശ്യം പൈസ കിട്ടുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. പക്ഷേ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാവരുടെയും പോക്കൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്നോർത്താണ് ഞാൻ വന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. അതാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടത്.